ഇത് നമ്മുടെ റെഡ് ക്ലോ ക്രേഫിഷുകളുടെ കുഞ്ഞുങ്ങൾ കിടക്കുന്ന ട്രേകളാണ്. അപ്പോൾ ഇന്ന് വാട്ടർ ചേഞ്ച് ചെയ്യേണ്ട ദിവസമാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് വന്ന് നോക്കിയപ്പോൾ കുറേ കുഞ്ഞുങ്ങളൊക്കെ PVCയുടെ മുകളിൽ ഇരിക്കുന്നത് കണ്ടു. അപ്പോൾ ജസ്റ്റ് ഒന്ന് റെക്കോർഡ് ചെയ്ത് നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു. ആഴ്ചയിൽ ഒരിക്കലാണ് നമ്മൾ വാട്ടർ ചേഞ്ച് ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് അത്യാവശ്യം അഴുക്ക് കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. അഴുക്ക് അത് കുറവാണ്, പക്ഷേ നമ്മൾ കൊടുക്കുന്ന ഫുഡിൻ്റെ വേസ്റ്റാണ് ആ സൈഡിലൊക്കെ കാണുന്നത്. ആ സൈഡ് ഭാഗത്തായിട്ട് ബ്രൗൺ കളറിൽ കാണുന്നത് ശരിക്കും ഇവരുടെ വേസ്റ്റ് അല്ല, അത് ഫുഡിൻ്റെ വേസ്റ്റാണ്. അതായത് നമ്മൾ പെല്ലറ്റ് ഫുഡാണ് ഇവർക്ക് ഫീഡ് ചെയ്യുന്നത്. അപ്പോൾ ആ പെല്ലറ്റ് ഫുഡ് ഇവർ കഴിച്ചിട്ട് ബാക്കി ഇട്ടിരിക്കുന്നതാണ് കാണുന്നത്. ഇവരെ ഇപ്പോൾ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നത് ഈ ഒരു PVCയുടെ മുകളിൽ ഇരിക്കുന്നതുകൊണ്ടാണ്. അത് ആ വൈറ്റ് PVCയുടെ മുകളിൽ ഇരിക്കുമ്പോഴാണ് നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നത്. അപ്പോൾ അവരുടെ സൈസൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ, അത്യാവശ്യം സൈസായിട്ട് വരുന്നുണ്ട്. ഇവർ നല്ല രീതിയിൽ പെല്ലറ്റ് ഫുഡ് കഴിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ അത്യാവശ്യം നല്ല വോള്യത്തിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. കാരണം ഓരോ ട്രേയിലും നമ്മൾ അത്യാവശ്യം നല്ല വോള്യത്തിൽ കുഞ്ഞുങ്ങളെ ഇട്ടിട്ടുണ്ട്. അങ്ങനെ കുറേ കുഞ്ഞുങ്ങളുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഫീഡ് ചെയ്യണം. അല്ലാന്നുണ്ടെങ്കിൽ ഇവർക്ക് കാനിബലിസ്റ്റിക് സ്വഭാവമുണ്ട്. ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഫൈറ്റ് ചെയ്ത് കൊന്നു കഴിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് അത്യാവശ്യം നല്ല രീതിയിൽ നമ്മൾ പെല്ലറ്റ് ഫുഡ് ഫീഡ് ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളം പെട്ടെന്ന് മോശമാവും. അതുപോലെ തന്നെ വെള്ളത്തിലെ ഓക്സിജൻ്റെ അളവ് പെട്ടെന്ന് തന്നെ താഴ്ന്നു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഡെയിലി വന്ന് നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഈ ഫുഡിൻ്റെ വേസ്റ്റ് കുറേ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളൊരു സൈഫൺ ഉപയോഗിച്ച് ക്ലീൻ ചെയ്യും. പിന്നെ ഈ വെള്ളത്തിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ ഫ്ലോട്ട് ചെയ്ത് നിൽക്കുന്ന ആ ഒരു യെല്ലോ കളർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ആൽഗെ ഫോം ചെയ്ത് വരുന്നതാണ്. അതുപോലെ തന്നെ ഈ ട്രേൻ്റെ അടിഭാഗത്ത് ഒരു ബ്ലാക്ക് കളർ പോലെയൊക്കെ നിങ്ങൾ കാണുന്നില്ലേ, അതെല്ലാം ആൽഗെ ഫോം ചെയ്തിട്ട് അത് ഡാർക്കായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നതാണ്. ശ്രദ്ധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഡാർക്ക് ഗ്രീനാണ്. ഈ ട്രേകളിൽ നമ്മൾ ഓൾറെഡി മീനുകൾ ഇട്ടിരുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇത് നല്ല രീതിയിൽ കണ്ടീഷനായിട്ടാണ് ഈ ഒരു ട്രേ കിടന്നിരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളിത് വല്ലാതെ ക്ലീൻ ചെയ്യാനൊന്നും നിന്നില്ല. ആൽഗിയൊന്നും നമ്മൾ ക്ലീൻ ചെയ്തിട്ട് കളയൊന്നും ചെയ്തിട്ടില്ല. നമ്മൾ നേരെ ജസ്റ്റ് വാട്ടർ ചേഞ്ച് കൊടുത്തതിന് ശേഷം നമ്മൾ ഇവരെ ഇതിലേക്ക് ഇറക്കി വിടുകയാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെ ഇവർക്ക് നല്ലൊരു അറ്റ്മോസ്ഫിയർ ഇതിനകത്ത് കിട്ടി. നമ്മൾ വാട്ടർ ചേഞ്ച് ഒക്കെ ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ വെള്ളം ഇതിനകത്ത് കണ്ടീഷനായിട്ട് വരുന്നുണ്ട്. കാരണം ആൽഗെ കാര്യങ്ങളൊക്കെ ഓൾറെഡി സൈഡിലുള്ളത് കൊണ്ട്. കുഞ്ഞുങ്ങളെയൊക്കെ നമ്മൾ ഇതുപോലെ ഇറക്കി വിടുമ്പോൾ എപ്പോഴും കണ്ടീഷൻ ചെയ്ത ടാങ്കുകളിലേക്ക് ഇറക്കി വിടുന്നതാണ് നല്ലത്. അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കുഞ്ഞുങ്ങൾക്ക് അഡാപ്റ്റ് ആവാൻ പറ്റാതെ ചത്തുപോകാൻ സാധ്യതയുണ്ട്.